ഇന്ന് ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കാണണം. അയ്യോ എന്റെ കാഴ്ച പോയി. അച്ഛാ ഒച്ച വെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. UDF ഭരണത്തിന്റെ അനാസ്ഥ കാരണം വൈദ്യുതി മന്ത്രി പാർട്ടി പ്രസിഡന്റിന്റെ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം 2 മനുഷ്യജീവനാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. മന്ത്രിമാർക്ക് ഏക അഭിപ്രായമില്ല. PMCയുടെ കാര്യത്തിൽ നിപ്പ വന്നപ്പോ ധവളപത്രം ക്യാബിനറ്റിൽ പറഞ്ഞ് നിയമസഭയിൽ വന്നതിന് ശേഷം പിന്നീട് എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്താ? വഖഫ് വിഷയത്തിൽ എന്തിന് കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പോലും ഒരു ഏകീകരിച്ച അഭിപ്രായം പറയാൻ UDF ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. മഴ കാരണം റോഡിൽ കുഴിയാണ് എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. എന്നിട്ട് മഴ കാരണം പകർച്ചവ്യാധി പകരുന്നുവെന്നാണ് മറ്റൊരു മന്ത്രി പറഞ്ഞത്. എന്നാൽ മഴ ഇല്ലാത്തത് കാരണമാണ് പവർ കട്ട് ലോഡ് ഷെഡിംഗ് എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഒന്നിച്ച അഭിപ്രായം പറയാൻ സാധിക്കാത്ത ഒരു നാണം കെട്ട ഭരണമായി ഈ 2 മാസം കൊണ്ട് UDF ഭരണം മാറി. ഇന്ന് ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കാണണം. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് മനുഷ്യരാണ്, ഈ നമ്മുടെ നാടാണ്. ഈ 10 കൊല്ലതൊന്നും ഇല്ലായിരുന്നല്ലോ. 10 കൊല്ലം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലല്ലോ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. വളരെ സീരിയസ് ആയി വിഷയത്തെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കണ്ട് ഇടപെടണം. നീയാണല്ലോ കോടതി. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.